സുജേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒരുപാട് നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, റഷ്യ ഈ യുദ്ധത്തിൽ യുക്രൈനെ സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു ദിവസം വരുമല്ലോ. ആ ദിവസം വരണമെങ്കിൽ റഷ്യ ഒഡേഷ തുറമുഖം അടങ്ങുന്ന ആ പ്രദേശം ആക്രമിക്കണം. കാരണം ഒഡേഷ തുറമുഖം അടങ്ങുന്ന ആ പ്രദേശം ആക്രമിക്കണമെന്ന് പറയുമ്പോൾ യുക്രൈനെ റഷ്യ സമ്പൂർണ്ണമായിട്ടും ലാൻഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി യുക്രൈന് സാമ്പത്തികമായിട്ടും യുക്രൈന് ആയുധപരമായിട്ടുമുള്ള കച്ചവടങ്ങളും വ്യാപാരങ്ങളും അല്ലെങ്കിൽ യുക്രൈൻ അത്തരത്തിലുള്ള ചരക്ക് നീക്കങ്ങളും നടക്കണമെങ്കിൽ ഒഡേഷ തുറമുഖം അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തുറമുഖം. ആ തുറമുഖം കൂടെ റഷ്യ ആക്രമിക്കുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യുക്രൈൻ 100% ലാൻഡ് ലോക്കാക്കി റഷ്യ യുക്രൈനെ പൂട്ടിയിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത, റഷ്യയുടെ ഈ ഷാഡോ ഫ്ലീറ്റുകളെ യുക്രൈൻ ആക്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ റഷ്യ അവരുടെ ശക്തമായിട്ടുള്ള ഒരു ഡ്രോൺ പുറത്തിറക്കി. ഗെറാൻ 4 എന്നാണ് ആ ഡ്രോണിന്റെ പേര്. അവരെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത് ഒഡേഷ്യയിലുള്ള ചെർണോമോർസ്ക് എന്ന് പറയുന്ന തുറമുഖമാണ്. ഒരു ചരക്ക് കപ്പലിനെ അവർ ആക്രമിച്ചു, മത്സ്യബന്ധന ബോട്ടിനെ ആക്രമിച്ചു. അപ്പൊ യുക്രൈൻ വലിയ രീതിയിലുള്ള ബഹളമായിട്ടെത്തി, ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ ഇവർ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ രംഗത്തെത്തിയത്. എന്തായാലും ആ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ ചെർണോമോസ്ക് തുറമുഖത്ത് അത്യാധുനിക ജെറ്റ് എഞ്ചിൻ ഗെറാൻ 4 ഡ്രോൺ ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് ചരക്ക് കപ്പൽ, മത്സ്യബന്ധന ബോട്ട് ഇതിനെല്ലാത്തിനെയും റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. കപ്പലിൽ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിന്റെ വീഡിയോ റഷ്യൻ സൈന്യം പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരും. അപ്പൊ യുക്രൈന്റെ ഡ്രോൺ സേനയും അവര് തിരിച്ചടിച്ചിട്ടുണ്ട്. 10 എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 14 റഷ്യൻ ഷാഡോ ഫ്ലീറ്റിനെയാണ് അവർ ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത് എന്ന് യുക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ ഫോഴ്സ് കമാൻഡറും അവകാശപ്പെടുന്നുണ്ട്. അപ്പോ ഇവര് പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മത്സ്യബന്ധന ബോട്ടിനെയും നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയുമാണ് ഇവർ ആക്രമിക്കുന്നതെന്ന് യുക്രൈൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. റഷ്യ അതിനെ പ്രതിരോധിച്ചത്, റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്, യുക്രൈൻ ഈ മത്സ്യബന്ധന ട്രോളർ സാധാരണ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടല്ല ഇവന്മാർ ഉപയോഗിക്കുന്നത്, മറിച്ച് റഷ്യൻ കപ്പലുകളെ ആക്രമിക്കാൻ ഈ മത്സ്യബന്ധന ബോട്ടുകൾക്കകത്ത് ഡ്രോൺ ബോട്ടുകൾ വിക്ഷേപിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഇവർ ഇതിനെ കൊണ്ടുവരുന്നത്. കരിങ്കടൽ തങ്ങളുടെ സൈന്യത്തിന് ഈ ബോട്ട് വലിയ ഭീഷണിയായി മാറിയെന്നും അതിനാൽ ഇത് നശിപ്പിച്ചു, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് റഷ്യ പറയുന്നത്. എന്നിരുന്നാലും യുക്രൈൻ ഇത് നിഷേധിച്ചു. ഇനി ഗെറാൻ 4 എന്ന് പറയുന്ന ആ ഒരു വലിയ ആയുധം ഇവർ പുറത്തെടുക്കുമെന്ന് യുക്രൈൻ പ്രതീക്ഷിച്ചില്ല. ഈ ആക്രമണത്തിൽ ഉപയോഗിക്കുന്ന റഷ്യൻ ഗെറാൻ 4 ഡ്രോൺ സാധാരണ ഡ്രോണുകളെക്കാട്ടിലും മാരകമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു ഡ്രോൺ ആണെന്ന് പറയാം. ഒരു ജെറ്റ് എഞ്ചിൻ ഇതിനകത്തുണ്ട്. ഇത് വളരെ ഉയർന്ന വേഗത്തിൽ ദീർഘദൂരം സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ശത്രു റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സെൻസിറ്റീവ് ഏരിയ, തുറമുഖങ്ങളെ ആക്രമിക്കാൻ വളരെ ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡ്രോൺ ആണ് ഇതെന്ന് പറയുന്നത്. ഇതോടുകൂടി മാധ്യമങ്ങളുടെ ആദ്യത്തെ റിപ്പോർട്ടിലെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ, യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയും വ്യാപാരത്തിലും വലിയ ആഘാതം റഷ്യ ഇതിനോടകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുക്രൈനെ ഏകദേശം 100% ലാൻഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിജയേട്ടാ അടുത്ത യൂറോപ്പിലോട്ടാണ് റഷ്യ കടക്കാൻ പോകുന്നത്. നമ്മൾ 100 വട്ടം പറയുന്നതാണ്. ആ ഒരു ഫസ്റ്റ് ഫേസിലോട്ട് റഷ്യ ഒഡേഷ തുറമുഖത്തിന്റെ ആ ഭാഗത്തോട്ട് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് ഇറാൻ അമേരിക്ക, ഒരു ഭാഗത്ത് റഷ്യ യുക്രൈൻ. എങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധമാണ് സത്യം പറഞ്ഞാൽ ഇറാൻ അമേരിക്ക യുദ്ധത്തെക്കാട്ടിലും നമ്മൾ ഭയപ്പെടേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട് ഉക്രൈന് മുമ്പിൽ എന്താ റഷ്യ പിടിച്ചു നിൽക്കാത്തത്, റഷ്യ അടിച്ച് ചുരുട്ടുന്നുണ്ട്. നമ്മൾ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് വൈകാരികമായ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അതായത് അവരുടെ തന്നെ ജനമാണ്, റഷ്യയുടെ തന്നെ ബ്ലഡാണ് ഇപ്പുറത്ത് കിടക്കുന്ന ഉക്രൈൻ എന്ന് പറഞ്ഞാൽ. അവർക്കത് ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് സർവനാശം വിതച്ചുകൊണ്ട് അവർക്ക് ആ ഉക്രൈൻ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം, ഉക്രൈനെ സമ്പൂർണമായി തകർത്തിട്ട് റഷ്യക്ക് അവിടെ നിന്നൊന്നും നേടാനില്ല. ഇപ്പോ ധനുഷ് പറഞ്ഞ ഈ പോർട്ട് കിട്ടിയാലും ആ പോർട്ട് ചിന്ന ഭിന്നമാക്കിയിട്ട് ആ പോർട്ട് കിട്ടിയിട്ട് റഷ്യക്ക് എന്ത് ചെയ്യാൻ? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ അത് പുനരുദ്ധരിക്കാനുള്ള സാമ്പത്തികവും അവരുടെ. പക്ഷെ അവർക്ക് കിട്ടേണ്ടത് ഒരു പുറകെ പോലും വെക്കാതെ അവർക്ക് ഇതെല്ലാം കിട്ടണം. ഇപ്പോൾ തന്നെ റഷ്യ അവരുടെ ഉക്രൈന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. പണ്ട് തന്നെ അവരുടെ തെക്കൻ പ്രദേശങ്ങളെല്ലാം, ഈ റഷ്യയോട് ചേർത്ത് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം, ഇത് എനിക്ക് തോന്നുന്നു ഈ പോർട്ട് ഒരുപക്ഷെ കിഴക്കൻ പ്രദേശത്താണ് ആകാനാണ് സാധ്യത. കാരണം ഇതൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് റഷ്യ ഉക്രൈനെ ലോക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. നിലവില് ഈ സെലൻസ്കി എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഏതാണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഈ റഷ്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോഴും ഈ സെലൻസ്കി പറയുന്നത് ഞാൻ ഇവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പം റഷ്യ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇതിനകത്ത് നേരിട്ട് ഇടപെടാൻ യാതൊരു സാധ്യതയുമില്ല. അമേരിക്കയ്ക്ക് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കും യുക്രൈനെ പിന്തുണച്ച് പെട്ടെന്ന് രംഗത്ത് വരാൻ കഴിയില്ല. കാരണം ഇറാനിൽ അമ്മാതിരി യുദ്ധമാണ് നടക്കുന്നത്.
ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ട ആയുധങ്ങൾ എത്തിക്കേണ്ടത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ നാറ്റോ രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്ക ഇവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ മിസൈലും താടും ഒക്കെ. അത് ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉക്രൈൻ പെട്ടുപോകും. ഇതുവരെ തള്ളിമറിച്ച് അതാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പേട്രിയറ്റ് ഇൻസെപ്റ്റർ മിസൈൽസും ഞങ്ങൾക്ക് വേണം, അത് അത്രയും പെട്ടെന്ന് അമേരിക്ക തരണമെന്ന്. അമേരിക്ക മിണ്ടിയില്ല അതിനെക്കുറിച്ച്. അമേരിക്ക അതിനെക്കുറിച്ച് അനങ്ങിയിട്ടേ കൊടുക്കാമെന്നോ കൊടുക്കത്തില്ലെന്നോ അവർ പറഞ്ഞിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഞാൻ അത് മുമ്പും പറയുന്നുണ്ട്, ഇവരെല്ലാവരും അമേരിക്ക ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയെ കണ്ടുകൊണ്ട് തുള്ളാൻ ഇറങ്ങിയ എല്ലാവരും പെട്ടുപോകും. ഇവിടെ ഉക്രൈൻ ഇപ്പോൾ സംഭവിക്കുന്നത് അത് നന്നായി മനസ്സിലായിക്കൊണ്ടാണ് റഷ്യ അവരുടെ അവസാനത്തെ, കാരണം അവരിപ്പോൾ റഷ്യയുടെ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ തന്നെ ഇപ്പൊ എടുത്തത് ഒരാഴ്ചക്കുള്ളിൽ 2-3 വാർത്ത റഷ്യയുടെ എടുത്തു. അതിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും അവർ കൃത്യമായ കണക്കൂട്ടിൽ തന്നെയാണ് നീങ്ങുന്നത്. ശക്തമായിട്ടുള്ളൊരു ഫോഴ്സിനെ അവർ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നു, ശക്തമായ അടിക്ക് അവർ നീക്കുന്നു. അവരുടെ ഏറ്റവും വലിയ ആണവ ഈ പറയുന്ന ഷിപ്പ് അവർ രംഗത്തിറക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ അവർ മുഴുവൻ ലക്നൗ രംഗത്തിറക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ അവർ വരിഞ്ഞു മുറുകുന്നു, മറ്റു രാജ്യങ്ങളെ അവർ ലക്ഷ്യം വെക്കുന്നു. അത് സംഹാര താണ്ഡവം ആടുന്ന ഒരു ഘട്ടത്തിലേക്ക് കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യുക. ക്യാപ്ചർ ചെയ്തതിന് ശേഷം അവിടെ ആധിപത്യം സ്ഥാപിക്കുക, അവിടെ പിടിച്ചു നിന്ന് അവിടെ നിന്ന് അടിക്കുക. അത് പക്ഷേ ഈ ധനുഷ് പറഞ്ഞതാണ് എന്റെ കറക്റ്റ്. ഉക്രൈന്റെ അവരുടെ ഒരു ലക്ഷ്യം തീർന്നാൽ അടുത്ത അടി അപ്പുറത്തേക്ക് നീങ്ങും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേണ്ടിയിട്ട് അടിക്കുന്നതല്ല, അത് ഇങ്ങോട്ടേക്ക് പിന്നെ വരരുത്. കാരണം ഇവിടെ സേഫ് ആക്കണം. അതായത് ഞാൻ എന്റെ പ്രദേശം പിടിച്ചു, ഇനി ഇങ്ങോട്ടേക്ക് ഒരു ദൃഷ്ടിദോഷം പോലും ഇവിടെ ഭവിക്കരുത് ഈ സ്ഥലത്തിന് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചുറ്റോട് ചുറ്റും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതിൽ ഇടപെടത്തില്ല. അവൻ നോക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകുന്നത്, നമ്മുടെ സ്ഥലവും കൊണ്ട് ഇവിടെ ഇരുന്നാൽ പോരെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് വെറുതെ പ്രാന്തനാണ് അവന്റെ അടിമേടിക്കുന്നത് എന്തിനാണെന്ന് കരുതും. അതുകൊണ്ടാണ് അവർ അടിക്കുന്നതും അറ്റാക്ക് ചെയ്യുന്നതും. ഇന്നലെയുമായി റഷ്യ പറയുന്നുണ്ട്, ഞങ്ങളെ ആക്രമിച്ച എല്ലാ ആയുധങ്ങളും യുക്രൈന്റെ ആയുധങ്ങളല്ല, അതെല്ലാം വിദേശ രാജ്യങ്ങളിലാണ്, ഇതിന് എണ്ണി ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ അതായത് ഇപ്പോഴെനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹമാണ് തോന്നുന്നത്, ഒരുപക്ഷെ ഇറാൻ ഇത്ര ഊർജത്തോടെ അമേരിക്കയുമായി ഫൈറ്റ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ റഷ്യയുടെ ഒരു ബാക്ക് തന്നെയാണ്. റഷ്യക്ക് വേണ്ടിയിട്ടാകണം ഇറാൻ ഈ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം റഷ്യയുടെ കാരണം റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ മേഖലയിൽ അവർക്ക് ഹീറോ ആയിട്ട് നിന്നേ പറ്റൂ. ആ ഒരു സ്പേസിലേക്ക് ചൈന വരുന്നതിനോട് അവർക്ക് താല്പര്യമില്ല, അമേരിക്ക വരുന്നതിനോട് താല്പര്യമില്ല. ഇങ്ങനെ കാരണം ഇന്ത്യ വരുന്നതിനോട് താല്പര്യമില്ല. ഇന്ത്യ അത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താനുള്ള സാധ്യത നിലവിലില്ല. അപ്പൊ പിന്നെ ഇന്ത്യ അവർക്ക് ഭയപ്പെടേണ്ട കാര്യവുമില്ല. അപ്പം ഈ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് അവർക്ക് ഹീറോ ആയിട്ട് ഇനി അവിടെ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഹീറോ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ഉക്രൈനെ അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് വേണ്ട സ്ഥലങ്ങളെല്ലാം വളഞ്ഞെടുത്ത് അവരെ അവിടെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു ഒതുക്ക് വന്നാൽ ഈ മേഖലയിൽ റഷ്യ പഴയ പ്രതാപത്തോട് തിരിച്ചു വരും. അപ്പോഴേക്കും ഈ ജിയോ പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്, അച്ചുകൊണ്ട് മാറിയിട്ടുണ്ട്. റഷ്യയുടെ കൂട്ടാളികളായ ചൈനയും ഇന്ത്യയും ഉത്തര കൊറിയയും അടക്കം വൻ സെറ്റപ്പിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. അതായത് അവരുടെ വലിയേട്ടൻ മടങ്ങി വരുന്ന ഒരു സീൻ പോലെയാണത്. ബാക്കിയുള്ള സഹോദരങ്ങളും നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ ഈ ഏഷ്യൻ മേഖലയിൽ അധികം വൈകാതെ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം G7 മുകളിലേക്ക് പോവുകയും ഒരുപക്ഷെ ട്രംപ് പറയുന്നത് പോലെ ഡോളറൈസേഷനിലേക്കൊക്കെ നീങ്ങിയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം റഷ്യ കൂടി അതിനകത്ത് ഫ്രീ ആയിട്ട് വന്നു. ഇപ്പൊ അവർ ഫ്രീ അല്ലല്ലോ, അടിയോടടിയാണല്ലോ. അപ്പൊ ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കുമായിരിക്കും. ഏതായാലും ഒരു അവസാനത്തെ കലാശക്കൂട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ കഴിയും. പക്ഷെ ഇവിടെയും നമുക്കൊരു പ്രതിസന്ധിയുണ്ട്. നമുക്ക് എവിടെ യുദ്ധം വന്നാലും നമുക്ക് പ്രതിസന്ധിയാണ് ധനുഷേ. കാരണം ഈ ക്രൂഡ് ഓയിലിന്റെ ഒരു വരവ് അവിടെ നിൽക്കും. GCC കഴിഞ്ഞു, അവിടെ നിന്നു, ഇവിടെ നിന്നു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഈ എഥനോളിനെതിരെ സമരം ചെയ്തവന്മാരൊക്കെ എഥനോൾ കമ്പനിയുടെ വാതൊക്കെ കന്നാസമായിട്ട് പോകുമെന്നുള്ള പേടി. കാരണം ഈ പെട്രോൾ വേണ്ട വണ്ടിയിൽ ഒഴിക്കാൻ എഥനോൾ എങ്കിൽ എഥനോൾ, പിണ്ണാക്കെങ്കിൽ പിണ്ണാക്ക് എന്ന് പറയുന്ന ഒരു കാലം വരുമായിരിക്കും, എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും കാത്തിരിക്കുക, അത്രേ ഉള്ളൂ.